ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈൻഡ് ദി Z ട്രാൻസ്ഫോം ആൻഡ് ROC of infinite duration non-causal sequence x of n is equal to a raised to n e of n minus b raised to n e of minus n minus 1. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനകത്ത് നമ്മൾ ചെയ്തായിരുന്നു, അതായത് Z ട്രാൻസ്ഫോം ഓഫ് എ റേസ് ടു എൻ ഇ എഫ് എൻ എന്ന് പറയുന്നത് എന്താണ്? Z ബൈ Z മൈനസ് എ. അതിൻ്റെ ROC എന്താണ്? ROC എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് Z ഗ്രേറ്റർ ദാൻ എ. രണ്ടാമത് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ എന്താണ്? Z ട്രാൻസ്ഫോം ഓഫ് മൈനസ് എ റേസ് ടു എൻ ഇ ഓഫ് മൈനസ് എൻ മൈനസ് 1. ഇതിൻ്റെ Z ട്രാൻസ്ഫോം എന്താണ്? Z ബൈ Z മൈനസ് എ. അതിൻ്റെ ROC എന്ത് വരും? മോഡുലസ് ഓഫ് Z ലെസ് ദാൻ എ. അപ്പോൾ ഈ കേസിനകത്ത് രണ്ട് ടേമായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും Z ട്രാൻസ്ഫോം കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇതിനകത്ത് ഇപ്പം മൊത്തത്തിൽ എന്താ ചെയ്യാം? Z ട്രാൻസ്ഫോം ഓഫ് എ റേസ് ടു എൻ ഇ എഫ് എൻ മൈനസ് ബി റേസ് ടു എൻ ഇ ഓഫ് മൈനസ് എൻ മൈനസ് 1 ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ Z ട്രാൻസ്ഫോം എടുത്തിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ Z ട്രാൻസ്ഫോം ഓഫ് എ റേസ് ടു എൻ ഇ എഫ് എൻ മൈനസ് Z ട്രാൻസ്ഫോം ഓഫ് ഇതിലൂടെ ആഡ് ചെയ്തിട്ട് പ്ലസ് മൈനസ് ബി റേസ് ടു എൻ ഇ ഓഫ് മൈനസ് എൻ മൈനസ് 1. അപ്പോൾ നമുക്ക് എ റേസ് ടു എൻ ഇ എഫ് എൻ്റെ Z ട്രാൻസ്ഫോം എന്താണ്? Z ബൈ Z മൈനസ് എ by Z by Z minus a plus minus a raised to n minus e of minus n minus 1 into Z ട്രാൻസ്ഫോം എന്താണ്? Z by Z minus a. ഇപ്പോൾ ഇവിടെ എക്ക് പകരം ബി വന്നതേ ഉള്ളൂ. സോ Z ട്രാൻസ്ഫോമിൻ്റെ ആൻസറിനകത്ത് എന്ത് വരും? Z by Z മൈനസ് എക്ക് പകരം എന്താണ്? Z by Z മൈനസ് ബി എന്ന് വരും. Z by Z മൈനസ് ബി എന്ന് വരും. അതാണ് Z ട്രാൻസ്ഫോമിൻ്റെ ആൻസർ. പക്ഷേ ഇവിടെ ROC വന്നേക്കുന്നത്, ഇതിൻ്റെ ROC എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് Z ഗ്രേറ്റർ ദാൻ എ. ഇതിൻ്റെ ROC എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് Z ലെസ് ദാൻ ബി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് എ എന്ന് വെച്ചിട്ടുള്ള ഒരു യൂണിറ്റ് സർക്കിളും വരയ്ക്കേണ്ടി വരും, ബി വെച്ചിട്ടുള്ള ഒരു യൂണിറ്റ് സർക്കിളും വരയ്ക്കേണ്ടി വരും. റിയൽ പാർട്ട് ഓഫ് Z, ഇമാജിനറി പാർട്ട് ഓഫ് Z. ഈ വെച്ചിട്ടുള്ളൊരു സർക്കിൾ വരയ്ക്കും, ബി വെച്ചിട്ടുള്ള സർക്കിൾ വരയ്ക്കാം. അപ്പം ഇതിനകത്ത് ആദ്യത്തെ കണ്ടീഷൻ Z ഗ്രേറ്റർ ദാൻ എ. അപ്പോൾ എ എന്ന് പറഞ്ഞ സർക്കിളിന് പുറത്ത്. രണ്ടാമത്തെ കണ്ടീഷനകത്ത് Z ലെസ് ദാൻ ബി. അപ്പോൾ ബി എന്ന് പറയുന്ന സർക്കിളിനകത്ത്. അപ്പോൾ ROC എവിടെ വരും? ഇതിൻ്റെ നടുക്കായിട്ട് വരും. നടുക്കായിട്ട് വരും. ഓക്കെ, ഇതാണ് ROC എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ കേസിനകത്ത് നമ്മൾ എന്തുകൊണ്ട് എ അകത്ത് വരച്ചു, എന്തുകൊണ്ട് ബി പുറത്ത് വരച്ചു? തിരിച്ചും വരാമല്ലോ, ഇങ്ങനെയും വരാമല്ലോ. ഇപ്പം ബി എന്ന് പറയുന്ന സർക്കിള് അകത്തും എ എന്ന് പറഞ്ഞ സർക്കിള് പുറത്തും വരാമല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ROC എവിടെയായിരിക്കും വരുന്നത്? Z ഗ്രേറ്റർ ദാൻ എ. ഇവിടെ വരും. Z ലെസ് ദാൻ ബി. അപ്പോൾ ഇവിടെ ഇതിനകത്ത് വരും. അപ്പോൾ ROC ഇവിടെയും വരും, ROC ഇവിടെയും വരും. പക്ഷേ ഇവിടെ രണ്ട് ROCയും തമ്മിൽ എന്തില്ല? ഒരു കണക്ഷൻ ഇല്ല. അപ്പോൾ ROCയുടെ ഒരു പ്രോപ്പർട്ടി പെട്ട എന്താണ്? ROC മസ്റ്റ് ബി എ കണക്റ്റഡ് റീജിയൻ ആയിരിക്കണം. അപ്പോൾ ഇവിടെ ROC വരണം, അകത്ത് വരണം, പുറത്ത്. രണ്ടും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. ഇങ്ങനെ ROC വന്നു കഴിഞ്ഞാൽ ഇവിടെ Z ട്രാൻസ്ഫോം ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. ഈ കേസിനകത്ത് കണക്ഷനുണ്ട്, എക്ക് പുറത്ത് ബിക്ക് അകത്ത്. അപ്പോൾ എന്താണ്? ROC തമ്മിലൊരു കണക്ഷനുണ്ട്. അതുകൊണ്ട് ഇവിടെ Z ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യും.
ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ ഫെയിലാവും. സോ ഇസഡ് ട്രാൻസ്ഫോം ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് സർക്കിൾ എന്തായിരിക്കണം, എ അകത്തും ബി പുറത്തും വരച്ചാൽ നമുക്ക് എന്താണ് ഇസഡ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി ഇസഡ് ട്രാൻസ്ഫോം ആൻഡ് ആർ ഒ സി ഓഫ് ഇൻഫിനിറ്റ് ഡ്യൂറേഷൻ സീക്വൻസ് എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു 1/2 പ്ലസ് 1/3 അപ്പോൾ നമുക്കറിയാം ഇസഡ് ട്രാൻസ്ഫോം ഓഫ് എ എന്ന് പറയുന്നത് ഒരു കോസൽ സീക്വൻസ് ആണ്. അതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഇസഡ് ബൈ ഇസഡ് മൈനസ് എ ആണ്. അതിൻ്റെ ആർ ഒ സി എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇസഡ് ഗ്രേറ്റർ ദാൻ എ ആണ്. അപ്പോൾ ഈ കേസിനകത്ത് ഈ ഫോമിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇസഡ് ട്രാൻസ്ഫോം ഓഫ് എന്താണ് 1/2 പ്ലസ് 1/3 ഇപ്പോൾ ഓരോന്നിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇസഡ് ട്രാൻസ്ഫോം ഓഫ് 1/2 പ്ലസ് ഇസഡ് ട്രാൻസ്ഫോം ഓഫ് 1/3 ഇസ് ഈക്വൽ ടു എന്ത് വരും, ഇസഡ് ബൈ ഇസഡ് മൈനസ് 1/2 പ്ലസ് ഇസഡ് ബൈ ഇസഡ് മൈനസ് 1/3. ഇതാണ് ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ ആൻസർ. പക്ഷേ ഇതിൻ്റെ ആർ ഒ സി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആർ ഒ സി എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇസഡ് ഗ്രേറ്റർ ദാൻ 1/2. ഇതിൻ്റെ ആർ ഒ സി എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇസഡ് ഗ്രേറ്റർ ദാൻ 1/3. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ രണ്ട് സർക്കിൾ വരയ്ക്കാം. 1/2 വെച്ചിട്ടുള്ള സർക്കിളും 1/3 വെച്ചിട്ടുള്ള സർക്കിളും. ഇതിനകത്ത് അണ്ടർസ്റ്റുഡ് ആണ് ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്നുള്ളത് നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. 1/3 ചെറുത്, 1/2 വലുത്. ഇത് റിയൽ പാർട്ട് ഓഫ് ഇസഡ്, ഇത് ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ്. അപ്പോൾ 1/3യേക്കായും വലുത് 1/2വിനേക്കായും വലുത്. അപ്പോൾ നമുക്ക് എവിടെ ആർ ഒ സി വരയ്ക്കാൻ പറ്റും, 1/3യേക്കായും വലുത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്ത് വരയ്ക്കാം. 1/2വിനേക്കായും വലുത്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്ത് വരയ്ക്കാം. പക്ഷേ ആർ ഒ സിയുടെ വേറൊരു പ്രോപ്പർട്ടിയാണ് ആർ ഒ സി കനോട്ട് കണ്ടെയ്ൻ എനി പോൾ. ആർ ഒ സിക്കകത്ത് എന്ത് വന്നുകൂടാ, പോള് വന്നുകൂടാ. അപ്പോൾ നമ്മൾ 1/3ക്ക് പുറത്ത് വരച്ചു കഴിഞ്ഞാൽ 1/2 എന്ന് പറയുന്ന പോള് ആർ ഒ സിക്കകത്ത് ഇൻക്ലൂഡായി പോകും. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇങ്ങനെ വരുന്ന കേസിനകത്ത് കോമൺ ആയിട്ട് എവിടെയാണോ വരുന്നത് അവിടെ മാത്രമായിരിക്കും നമ്മൾ എന്ത് വരയ്ക്കുന്നത്, ആർ ഒ സി വരയ്ക്കുന്നത്. 1/3യേക്കായും പുറത്ത് 1/2വിനേക്കായും പുറത്ത്. അപ്പോൾ കോമൺ ആയിട്ട് എവിടെയാണ് വരുന്നത്, 1/2വിന് പുറത്ത്. അപ്പോൾ ഇവിടെ ആയിരിക്കും എന്ത് വരുന്നത്, നെറ്റ് ആർ ഒ സി വരുന്നത്. ഇവിടെയാണ് ആർ ഒ സി വരുന്നത്. ഓക്കെ, ഞാൻ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി ഇസഡ് ട്രാൻസ്ഫോം ആൻഡ് ആർ ഒ സി ഓഫ് ഇൻഫിനിറ്റ് ഡ്യൂറേഷൻ സീക്വൻസ് എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു -1/2 -1/3 നമ്മൾ നേരത്തെ നമുക്കറിയാം ഒരു ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. ഇസഡ് ട്രാൻസ്ഫോം ഓഫ് -b(n)(-1) എന്ന് പറയുന്നത് അതിൻ്റെ ആൻസർ എന്ത് വരും, ഇസഡ് ബൈ ഇസഡ് മൈനസ് ബി. അതിൻ്റെ ഇതെന്ത് വരും, ആർ ഒ സി എന്ത് വരും, മോഡുലസ് ഓഫ് ഇസഡ് ലെസ് ദാൻ ബി. ഓക്കെ, അപ്പോൾ ഈ കേസിനകത്ത് അതേ ഫോമിലാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് എന്താ പറയുക, ഇസഡ് ട്രാൻസ്ഫോം ഓഫ് -1/2 -n-1 -1/3 അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ സമ്മായിട്ട് എഴുതാം. ഇസഡ് ട്രാൻസ്ഫോം ഓഫ് -1/2 -n-1 പ്ലസ് ഇസഡ് ട്രാൻസ്ഫോം ഓഫ് -1/3 -n-1 ഫിസിക്കൽ എന്ത് വരും, ഇസഡ് ബൈ ഇസഡ് മൈനസ് 1/2 പ്ലസ് ഇസഡ് ബൈ ഇസഡ് മൈനസ് 1/3. അപ്പോൾ ഇതിൻ്റെ ആർ ഒ സി എന്തായിരിക്കും വരുന്നത്, ആർ ഒ സി എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇസഡ് ലെസ് ദാൻ 1/2. ഇതിൻ്റെ ആർ ഒ സി എന്തായിരിക്കും വരുന്നത്, മോഡുലസ് ഓഫ് ഇസഡ് ലെസ് ദാൻ 1/3. അപ്പോൾ നമുക്ക് നേരത്തെ പോലെ നമ്മൾ സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ 1/3 എന്ന് പറയുന്ന സർക്കിള് അകത്തും 1/2 എന്ന് പറയുന്ന സർക്കിൾ പുറത്തും. ഇവിടെ റിയൽ പാർട്ട് ഓഫ് ഇസഡ്, ഇവിടെ എന്താണ് ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ്. അപ്പോൾ ഇവിടെ 1/2ന് ലെസ്, ഇവിടെ 1/3ന് ലെസ്.
അപ്പോൾ നമ്മൾ 1/2 ലെസ്സായിട്ട് നമ്മൾ ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ 1/3 എന്ന് പറയുന്ന പോൾ ROCക്ക് അകത്ത് ഇൻക്ലൂഡ് ആയിപ്പോൾ 1/3 ലെസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ROCയുടെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ രണ്ടിന് കോമൺ ആയിട്ട് അകത്തുള്ള എവിടെയാണ്? 1/3 അകത്ത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നെറ്റ് ROC എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും വരുന്നത്. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി Z ട്രാൻസ്ഫോം ആൻഡ് ROC ഓഫ് ഇൻഫിനിറ്റ് ഡ്യൂറേഷൻ സീക്വൻസ് x of n is equal to 1/3 raised to u of n minus 1/2 raised to u of minus n minus 1. അപ്പോൾ Z ട്രാൻസ്ഫോം ഓഫ് a raised to n u of n ന്റെ Z ട്രാൻസ്ഫോം എന്താണ്? Z by Z minus a ROC modulus of Z greater than a. Z ട്രാൻസ്ഫോം ഓഫ് minus a raised to n u of minus n minus 1 ന്റെ Z ട്രാൻസ്ഫോം എന്താണ്? Z by Z minus a ROC modulus of Z less than a. ഈ കേസിനകത്ത് ഒരെണ്ണം കോസലാണ്, ഒരെണ്ണം ആൻറ്റി കോസലാണ്, ഇതുപോലെയാണ്. അപ്പോൾ ഈ കേസിനകത്ത് നെറ്റ് Z ട്രാൻസ്ഫോം എന്ത് വരും? Z ട്രാൻസ്ഫോം ഓഫ് 1/3 raised to n u of n minus 1/2 raised to n u of minus n minus 1 is equal to എന്ത് വരും? Z by Z minus 1/3 plus Z by Z minus 1/2. ഇതിൻ്റെ ROC എന്തായിരിക്കും? മോഡുലസ് ഓഫ് Z ഗ്രേറ്റർ ദാൻ 1/3. ഇതിൻ്റെ ROC എന്തായിരിക്കും? മോഡുലസ് ഓഫ് Z ലെസ് ദാൻ 1/2. സോ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ 1/3 എന്ന് പറയുന്ന സർക്കിൾ അകത്തും 1/2 എന്ന് പറയുന്ന സർക്കിൾ പുറത്തുമായിരിക്കും. റിയൽ പാർട്ട് ഓഫ് Z, ഇത് ഇമാജിനറി പാർട്ട് ഓഫ് Z. 1/3 എന്ന എന്താണ് സർക്കിളിന് പുറത്തും 1/2 എന്ന സർക്കിളിന് അകത്തും. ROC ഇവിടെ വരും, ഇതിൻ്റെ മിഡിലായിട്ട് വരും. ഇവിടെ ആയിരിക്കും ROC വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ ROCയെ പറ്റി നമുക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് നമ്മളെല്ലാം കൂടെ നമ്മൾ വെച്ചിട്ട് നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ROC നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തതിൽ നിന്ന് പ്രോപ്പർട്ടീസ് ഓഫ് റീജിയൻ ഓഫ് കൺവെർജൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ ROC ഈസ് എ disk shape or ring shape centered at the origin. ഓക്കെ, രണ്ടാമത് നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. അതായത് ഇഫ് എക്സ് ഓഫ് എൻ ഈസ് ഫൈനൈറ്റ് ഡ്യൂറേഷൻ കോസൽ സീക്വൻസ് എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസറാണ് നമ്മളിവിടെ രണ്ടാമത്തെ പ്രോപ്പർട്ടിക്കകത്ത് എഴുതുന്നത്. അതായത് ഇഫ് എക്സ് ഓഫ് എൻ ഈസ് ഫൈനൈറ്റ് ഡ്യൂറേഷൻ കോസൽ സീക്വൻസ്, then ROC is the entire Z plane. ROC is the entire Z plane except at Z is equal to 0. അതായത് നമ്മളിപ്പം എക്സ് ഓഫ് എൻ ഇസ് ഒരു എക്സാമ്പിൾ ചെയ്തായിരുന്നു. 1, 3, 5, 7, 9 എന്ന് പറയുന്ന എക്സാമ്പിൾ ചെയ്തായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ആരോ മാർക്ക് കൊടുത്തായിരുന്നു. എന്നിട്ട് പറഞ്ഞായിരുന്നു ഇത് ഫൈനൈറ്റ് ഡ്യൂറേഷൻ ആണ്, അതുപോലെ എന്താണ് കോസൽ സീക്വൻസ് ആണ് എന്ന് പറയായിരുന്നു. അപ്പോൾ അതിൻ്റെ ROC എന്താണ് വന്നത്? എൻ്റെയർ Z പ്ലെയിൻ പിന്നെന്താണ് എക്സെപ്റ്റ് അറ്റ് Z is equal to 0 എന്നാണ് വന്നത്. ആ ആൻസർ തന്നെയാണ് നമ്മൾ പ്രോപ്പർട്ടിക്കകത്ത് എഴുതുന്നത്. ഓക്കെ, മൂന്നാമത് ഇഫ് എക്സ് ഓഫ് എൻ ഈസ് ഫൈനൈറ്റ് ഡ്യൂറേഷൻ anti-causal sequence, then the ROC is the entire Z plane
എക്സെപ്റ്റ് അറ്റ് z is equal to ഇൻഫിനിറ്റി. അതായത് നമ്മൾ ഒരു എക്സാമ്പിൾ ചെയ്തായിരുന്നു എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു 1 3 5 7 9 എന്നിട്ട് ആരോ മാർക്ക് ഇവിടെ കൊടുത്തായിരുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് എവിടെയാണ് ആർ ഒ സി വന്നത്? ഇൻഫിനിറ്റി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാത്തിനകത്തും കൺവേർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അവിടെ നമ്മൾ ഫൈനലി നമ്മളിവിടെ ഒരു ആർ ഒ സി എന്താണെന്ന് എഴുതിയായിരുന്നു. ആ ആൻസർ തന്നെയാണ് മൂന്നാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് എഴുതേണ്ടത്. നാലാമത്തത് ഇഫ് എക്സ് ഓഫ് എൻ ഈസ് ഫൈനൈറ്റ് ഡ്യൂറേഷൻ നോൺ കോസൽ സീക്വൻസ് then the ROC is the entire z plane except at z is equal to 0 and z is equal to infinity. അതായത് നമ്മൾ മൂന്നാമത് ഒരു എക്സാമ്പിൾ നമ്മൾ ചെയ്തായിരുന്നു. എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു 1 3 5 7 9. അപ്പോൾ 5ന് താഴെ ആരോ ഇട്ടപ്പോൾ നമുക്ക് അവസാനം ഒരു ആൻസർ കിട്ടിയായിരുന്നു. ആ ആൻസർ തന്നെയാണ് ഇവിടെ എടുത്ത് എഴുതേണ്ടത്. പിന്നെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു, അതിൻ്റെ ആൻസറാണ് അടുത്ത് എഴുതാൻ പോകുന്നത്. അതായത് ഇഫ് എക്സ് ഓഫ് എൻ ഈസ് ഇൻഫിനിറ്റ് ഡ്യൂറേഷൻ കോസൽ സീക്വൻസ് then the ROC is exterior by a pole not containing any other pole. അതായത് നമ്മൾ എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എ റേസ് ടു എൻ ഇ എഫ് എൻ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. അപ്പോൾ ഇത് ഇൻഫിനിറ്റ് ഡ്യൂറേഷനാണ്, കോസൽ സീക്വൻസ് ആണ്. അതിൻ്റെ ആർ ഒ സി എന്താണ് വന്നത്? ഒരു പോളിന് പുറത്ത് ഇസഡ് ഗ്രേറ്റർ ദാൻ എ എന്നാണ് വന്നത്. ഇവിടുത്തെ ആർ ഒ സി വന്നേക്കുന്നത് മോഡുലസ് ഓഫ് ഇസഡ് ഗ്രേറ്റർ ദാൻ എ, അതായത് പോളിന് പുറത്ത്. പക്ഷെ അതിനകത്ത് എന്ത് വന്നുകൂടാ? വേറൊരു പോൾ വരാൻ പാടില്ല. കാര്യം എന്താണ്? ആർ ഒ സിക്കകത്ത് പോള് വരുത്തില്ല. അത് വേറൊരു പ്രോപ്പർട്ടിയാണ്. വേറെ ഇനി അടുത്ത എന്താണ്? അടുത്ത നമ്മൾ ഇഫ് എക്സ് ഓഫ് എൻ ഈസ് infinite duration anti-causal sequence then the ROC is the interior by a pole not containing any other pole. അതായത് നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു മൈനസ് എ റേസ് ടു എൻ ഇ ഓഫ് മൈനസ് എൻ മൈനസ് 1 എന്ന് ചെയ്തായിരുന്നു. അതിൻ്റെ ആർ ഒ സി എന്ത് വന്നു? മോഡുലസ് ഓഫ് ഇസഡ് ലെസ് ദാൻ എ എന്ന് വന്നു. അതായത് ഇൻഫിനിറ്റ് ഡ്യൂറേഷൻ ആൻറ്റി കോസൽ സീക്വൻസ് ആണ്. ഇത് ഇൻഫിനിറ്റ് ഡ്യൂറേഷൻ ആൻറ്റി കോസൽ സീക്വൻസ് ആണ്. അതിൻ്റെ ആർ ഒ സി വന്നത് എന്താണ്? ഇസഡ് ലെസ് ദാൻ എ എന്നാണ് വന്നത്. ഓക്കെ, അപ്പം ഇത് ആൻറ്റി കോസൽ സീക്വൻസ് ആണ്. അതുകൊണ്ട് ഇൻറ്റീരിയർ പോളിന് അകത്താണ് ആർ ഒ സി വരുന്നത്. ഓക്കെ, ഇനി ഏഴാമത്തെ പ്രോപ്പർട്ടി ഇഫ് എക്സ് ഓഫ് എൻ ഈസ് ഇൻഫിനിറ്റ് ഡ്യൂറേഷൻ നോൺ കോസൽ സീക്വൻസ് then the ROC is lies between two poles. Okay, അടുത്ത പ്രോപ്പർട്ടി നമ്മൾ ROC cannot contain any other pole. റോസിക്കകത്ത് എന്താണ്? ഒരു പോള് വരാൻ പാടില്ല. പിന്നെ അടുത്തൊരു പ്രോപ്പർട്ടി ആണ് ROC must be a connected region. ഇനി നമുക്ക് രണ്ടു മൂന്ന് സ്റ്റാൻഡേർഡ് സിഗ്നലിൻ്റെ ഇസഡ് ട്രാൻസ്ഫോമുകൾ നോക്കാം. ഫൈൻഡ് ദി ഇസഡ് ട്രാൻസ്ഫോം and
ROC of unit step sequence. Okay. Unit step sequence എന്ന് പറഞ്ഞാൽ എന്താണ്? X of n is equal to U of n ആണ്. X of z ൻ്റെ ഇക്വേഷൻ എന്താണ്? സിഗ്മ n മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി x of n ഇൻറ്റു z റേസ് ടു മൈനസ് n. സിഗ്മ n മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി U of n ഇൻറ്റു z റേസ് ടു മൈനസ് n. യൂണിറ്റ് സ്റ്റെപ്പ് അതിൻ്റെ എന്താണ്? വാല്യൂ 1 ആണ്. ലിമിറ്റ് എങ്ങനെ മാറും? 0 to ഇൻഫിനിറ്റി ആയിട്ട് മാറും. അപ്പോൾ 0 to ഇൻഫിനിറ്റി 1 ഇൻറ്റു z റേസ് ടു മൈനസ് n. ബേസിക്കലി എങ്ങനെയുണ്ട്? 0 to ഇൻഫിനിറ്റി z റേസ് മൈനസ് 1 റൈസ് ടു n. സം ഓഫ് ജി പിയുടെ ഫോമാണ്. അതായത് സിഗ്മ n 0 to ഇൻഫിനിറ്റി എ റേസ് ടു n എന്ന് പറയുന്നത് 1/1 മൈനസ് എ യു മോഡുലസ് ഓഫ് എ ലെസ് ദാൻ 1. പിന്നെ എങ്ങനെ 1/1 മൈനസ് z ഇൻവേഴ്സ് എന്ന് എഴുതാം. ഇങ്ങനെ എഴുതണമെങ്കിൽ മോഡുലസ് ഓഫ് z ഇൻവേഴ്സ് ലെസ് ദാൻ 1 or 1/മോഡുലസ് ഓഫ് z ലെസ് ദാൻ 1 or മോഡുലസ് ഓഫ് z ഗ്രേറ്റർ ദാൻ 1. ഇവിടം വരെ എഴുതിയാൽ മതി. അല്ലെങ്കിൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? z/z മൈനസ് 1 എന്ന് വരും. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ROC കിട്ടുന്ന ഇവിടെ നിന്നായിരിക്കും. അപ്പം മോഡുലസ് ഓഫ് z ഗ്രേറ്റർ ദാൻ 1 വരച്ച് കഴിഞ്ഞാൽ 1 വെച്ചിട്ടുള്ള സർക്കിൾ ദെൻ ROC പുറത്ത്. ഓക്കെ. നമുക്ക് വേറൊരു സിഗ്നൽ നോക്കാം. ഫൈൻഡ് ദി Z transform and ROC of unit impulse sequence. X of n is equal to del of n. X of z is equal to Z transform basic formula minus infinity to infinity x of n into z raised to minus n is equal to sigma n minus infinity to infinity del of n into z raised to minus n. Del of n എന്ന് പറയുന്ന യൂണിറ്റ് സ്റ്റെപ്പ് സീക്വൻസ് ആണ്. അതിൻ്റെ ഡെഫിനിഷൻ നമുക്കറിയാം. del of n is equal to 1 for n is equal to 0 and 0 for n not equal to 0. അപ്പോൾ ഇതിന് വാല്യൂ എപ്പോൾ മാത്രമേ ഉള്ളൂ? n 0-ൽ മാത്രമേ ഉള്ളൂ. അതർവൈസ് ഏത് ലിമിറ്റ് വന്നാലും 0 ആണ്. അപ്പോൾ ഇതിനകത്ത് ഇൻഫിനിറ്റ് സമ്മേഷൻ ഉണ്ടെങ്കിൽ വാല്യൂ ഉള്ള എപ്പോൾ മാത്രമാണ്? del of 0-ക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ del of 0 into z raised to 0. ബാക്കിയുള്ള എല്ലാ വാല്യൂസും 0 ആണ്. 1 into z raised to 0 is equal to 1. സോ ഇതിനകത്ത് z-ൻ്റെ വാല്യൂ ഇല്ല. അതുകൊണ്ട് ROC എന്തായിരിക്കും? ROC എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ഓഫ് z ആയിരിക്കും. ഇൻഡിപെൻഡൻ്റ് ഓഫ് z. ഓക്കെ. നമ്മളിനി പ്രോപ്പർട്ടീസ് ഓഫ് Z ട്രാൻസ്ഫോം നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഫസ്റ്റ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി. ഇഫ് x1 of n-ൻ്റെ Z ട്രാൻസ്ഫോം x1 of z ആണ് ഇരിക്കുന്നത്. അല്ല x2 of n-ൻ്റെ Z ട്രാൻസ്ഫോം x2 of z ആണ് ഇരിക്കട്ടെ. then ax1 of n plus bx2 of n-ൻ്റെ Z ട്രാൻസ്ഫോം ax1 of z plus bx2 of z. ഓക്കെ. ഇതിൻ്റെ പ്രൂഫ് നമുക്ക് നോക്കാം. Z ട്രാൻസ്ഫോം ഓഫ് ax1 of n plus bx2 of n is equal to sigma n minus infinity to infinity ax1 of n plus bx2 of n into z raised to minus n. നമുക്കറിയാം Z ട്രാൻസ്ഫോം ഓഫ് x of n എന്ന് പറയുന്നത് എന്താണ്? x of n-നെ z raised to minus n വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, then സം ചെയ്യുക. അതാണ് Z ട്രാൻസ്ഫോമിൻ്റെ ജനറൽ ഫോം. അത് x of n-ൻ്റെ Z ട്രാൻസ്ഫോം കാണണമെങ്കിൽ x of n-നെ z raised to minus n വെച്ച് മൾട്ടിപ്ലൈ then സം ചെയ്യുക. നമുക്ക് കാണേണ്ടുന്നത് ax1 of n plus bx2 of n-ൻ്റെ Z ട്രാൻസ്ഫോം ആണ്. അപ്പോൾ അത് ഇതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് പ്രൂവ് ചെയ്യുന്ന അത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഈ സീക്വൻസിന് എക്സ് ഓഫ് എന്നിന് വരെ ഈ ഹോൾ സീക്വൻസ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ ആ എക്സ് ഓഫ് എന്നിന് വരെ ഈ ഹോൾ സീക്വൻസിനെ ഇസഡ് റേസ് ടു മൈനസ് എൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, അതിന് സം ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? ഇസഡ് ട്രാൻസ്ഫോം എ എക്സ് വൺ ഓഫ് എൻ പ്ലസ് ബി എക്സ് ടു ഓഫ് എൻ എന്ന് പറയും. അപ്പോൾ ഇത് അഡീഷൻ ടൈം ആണല്ലോ. അഡീഷൻ ടൈമിനെ രണ്ടാക്കി എഴുതാമല്ലോ.
sigma n minus infinity to infinity ax1 of n into z raised to minus n plus രണ്ടാമത്തെ ടേം sigma n minus infinity to infinity bx2 of n into z raised to minus n. ഇവിടെ നീ കോമൺ ആയിട്ട് എടുക്കാം a into sigma n minus infinity to infinity x1 of n into z raised to minus n. രണ്ടാമത്തേന്ന് b കോമൺ ആയിട്ട് എടുക്കുമ്പോൾ എന്താണ് sigma n minus infinity to infinity x2 of n into z raised to minus n. ഇവിടെ x1 of n നെ z raised to minus n മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്, സം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് x1 of n ന്റെ z ട്രാൻസ്ഫോം എന്ന് പറയാം. x1 of n ന്റെ z ട്രാൻസ്ഫോമിനെ ഡിനോട്ട് ചെയ്യുന്നത് x1 of z ആണ്. is equal to a into x1 of z plus b into ഇവിടെ x2 of n നെ z raised to minus n മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്, സം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് x2 of n ന്റെ z ട്രാൻസ്ഫോം എന്ന് പറയാം. x2 of n ന്റെ z ട്രാൻസ്ഫോമിനെ ഡിനോട്ട് ചെയ്യുന്നത് x2 of z ആണ്. അപ്പോൾ b into x2 of z. ഇതാണ് എൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തത് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. z ട്രാൻസ്ഫോം ഓഫ് അറിയാം എക്സ് ഓഫ് എന്നിൻ്റെ z ട്രാൻസ്ഫോം എക്സ് ഓഫ് z ആണെങ്കിൽ ദെൻ എക്സ് ഓഫ് n മൈനസ് എം അതിൻ്റെ z ട്രാൻസ്ഫോം എന്ന് പറയുന്നത് z റേസ് ടു മൈനസ് എം ഇൻറ്റു എക്സ് ഓഫ് z. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. എൻ്റെ പ്രൂഫ് നമുക്ക് നോക്കാം. z ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് n മൈനസ് എം എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് ഓഫ് n മൈനസ് എമ്മിനെ z റേസ് ടു മൈനസ് n വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ സം ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ n മൈനസ് എമ്മിന് വരെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഏതെങ്കിലും ഒരു വേരിയബിൾ കൊടുത്താൽ, ഒരു ഡമ്മി വേരിയബിൾ കൊടുത്താൽ n മൈനസ് എം ഇസ് ഈക്വൽ ടു സപ്പോസ് പി എന്ന് പറയുവാണെങ്കിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ n മൈനസ് എമ്മിന് പി എന്ന് പറഞ്ഞ് കൊടുത്താൽ സമ്മേഷൻ കിടക്കുന്ന എന്നിലാണ്. അപ്പോൾ അതിനെയും മാറ്റി എന്തിലോട്ട് കൊണ്ടുവരണം? ഈ പിയിലോട്ട് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ വെൻ n ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി പി എന്ത് വരും? മൈനസ് ഇൻഫിനിറ്റി മൈനസ് എം എന്ന് പറയുന്നത് എന്തായിരിക്കും? മൈനസ് ഇൻഫിനിറ്റി തന്നെയാണ്. ഇനി വെൻ n ഇസ് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ n ഇസ് ഈക്വൽ പ്ലസ് ഇൻഫിനിറ്റി. അപ്പോൾ പി ഇസ് ഈക്വൽ എന്ത് വരും? പ്ലസ് ഇൻഫിനിറ്റി മൈനസ് എം പ്ലസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. സോ സമ്മേഷൻ ചേഞ്ചിങ് ഫ്രം എൻ ടു പി, പക്ഷേ വ്യത്യാസമൊന്നുമില്ല. പിയുടെ കാര്യം എന്താണ്? മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി വരും. എക്സ് ഓഫ് എൻ മൈനസ് എമ്മിന് വരാം പി, എക്സ് ഓഫ് പി എന്ന് പറഞ്ഞു കൊടുക്കാം. ഇസഡ് റേസ് ടു ഇവിടെ ഈ എന്നിൻ്റെ ടൈം ഉണ്ട്, അതിനെ എന്തിലോട്ട് മാറ്റണം? പിയിലോട്ട് മാറ്റണം. നമുക്കറിയാം എൻ മൈനസ് എം ഇസ് ഈക്വൽ ടു പി, ഫോർ എൻ ഇസ് ഈക്വൽ എന്ന് വരാം പി പ്ലസ് എം എന്നും പറയുന്നത്. അപ്പോൾ ഇസഡ് റേസ് മൈനസ് ഓഫ് പി പ്ലസ് എം എന്ന് പറയാം. ഇസ് ഈക്വൽ ടു സിഗ്മ പി മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് പി ഇൻറ്റു ഇസഡ് റേസ് ടു മൈനസ് പി ഇൻറ്റു ഇസഡ് റേസ് ടു മൈനസ് എം. സമ്മേഷൻ കിടക്കുന്ന പിയിലാണ്. അപ്പോൾ ഇസഡ് റേസ് ടു മൈനസ് എം കോൺസ്റ്റൻ്റ് ആണ്. ഇസഡ് റേസ് ടു മൈനസ് എം ഇൻറ്റു സിഗ്മ പി മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് പി ഇൻറ്റു ഇസഡ് റേസ് ടു മൈനസ് പി. അപ്പോൾ നമുക്കറിയാം പി അല്ലെങ്കിൽ എൻ എന്ന് പറയുന്നത് ഒരു ഡമ്മി വേരിയബിളാണ്. അപ്പോൾ ഇവിടെ എക്സ് ഓഫ് എന്നിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം കാണുന്നത് എക്സ് ഓഫ് എൻ ഇൻറ്റു ഇസഡ് റേസ് ടു മൈനസ് എൻ ആണ്. സമ്മേഷൻ എന്നിലാണ് കിടക്കുന്നത്. ഇവിടെ പിയിലാണ് സമ്മേഷൻ കിടക്കുന്നത്. എക്സ് ഓഫ് എന്നിന് പകരം പി ആണ്, ഇസഡ് റേസ് ടു എന്നിന് പകരം പി ആണ്. അപ്പോൾ ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ തന്നെയാണ്. ഇസ് ഈക്വൽ ടു എന്താണ്? ഇസഡ് റേസ് ടു മൈനസ് എം ഇൻറ്റു എക്സ് ഓഫ് ഇസഡ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ വന്നിട്ടുള്ളത്. ഇനി മൂന്നാമതൊരു പ്രോപ്പർട്ടി പറയാം, മൾട്ടിപ്ലിക്കേഷൻ ബൈ ആൻ എക്സ്പോണൻഷ്യൽ സീക്വൻസ്. ഇഫ് എക്സ് ഓഫ് എന്നിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം എക്സ് ഓഫ് ഇസഡ്, ദെൻ എ റേസ് ടു എൻ എക്സ് ഓഫ് എന്നിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം എക്സ് ഓഫ് എ റേസ് ടു മൈനസ് 1 ഇസഡ്. പ്രൂഫ് നോക്കാമുള്ളൂ. ഈ ഇസഡ് ട്രാൻസ്ഫോം ഓഫ് എ റേസ് ടു എൻ എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? എ റേസ് ടു എൻ എക്സ് ഓഫ് എന്നിനെ ഇസഡ് റേസ് ടു മൈനസ് എൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ സം ചെയ്യുക. ഓക്കെ, അപ്പോൾ സിഗ്മ എൻ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എന്നിനെ എടുത്തിട്ട് എ റേസ് ടു എന്നിൻ്റെ ടൈം ഇസഡ് റേസ് ടു മൈനസ് എൻ വേണമെങ്കിൽ അവിടെ നിന്ന് നമുക്ക് എന്ത് എഴുതാം? കോമൺ ആയിട്ട് എന്തെടുക്കാം? എ റേസ് ടു എൻ എ ഇസഡ് റേസ് മൈനസ് 1 റേസ് ടു എൻ എന്ന് എഴുതാം. ഇവിടെ എ റേസ് ടു എൻ ഇസഡ് റേസ് മൈനസ് എൻ, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എ ഇസഡ് റേസ് മൈനസ് 1 റേസ് ടു എൻ എന്ന് എഴുതാം. ഇത് ഓപ്പൺ ആക്കുമ്പോൾ എന്ത് വരും? എ റേസ് ടു എൻ ഇൻറ്റു ഇസഡ് റേസ് മൈനസ് എൻ എന്ന് തന്നെ വരും. അപ്പോൾ നമുക്കറിയാം ഇസഡ് ട്രാൻസ്ഫോം എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് എക്സ് ഓഫ് എൻ ഇൻറ്റു ഇസഡ് റേസ് മൈനസ് എൻ ആണ് അല്ലേ? ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? എക്സ് ഓഫ് ഇസഡ് എന്നാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഇസഡ് മാത്രമുള്ളപ്പോൾ, ഇസഡ് റേസ് മൈനസ് ഇസഡ് മാത്രമുള്ളപ്പോൾ ഇവിടെ നമ്മൾ എഴുതുന്നത് എക്സ് ഓഫ് ഇസഡ് എന്നാണ്.
അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഇസഡിന് പകരം നമുക്ക് വന്നേക്കുന്നത് എന്താണ്? എ ഇസഡ് റേസ് ടു മൈനസ് 1 ആണ്. അപ്പം എക്സ് ഓഫ് ഇസഡിന് പകരം എന്തായിരിക്കും വരുന്നത്? എക്സ് ഓഫ് എന്തെഴുതും? എ ഇസഡ് റേസ് ടു മൈനസ് 1 എന്നായിരിക്കും. അപ്പോൾ ഇതിനകത്ത് വേറൊരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അതായത് ഇവിടെ ഇസഡ് റേസ് ടു മൈനസ് എൻ ആയിരുന്നു, പക്ഷേ ഇവിടെ ആ ഇസഡ് റേസ് എൻ എന്ന് പറയുന്ന ടേമാണ് വന്നേക്കുന്നത്. പക്ഷേ മൈനസ് എൻ ആയിരുന്നു വരേണ്ടിയിരുന്നത്. അപ്പോൾ ഒരു ചെറിയ ഒരു ചേഞ്ച് വരുത്തണം. അതായത് സി കൾട്ട് ഇതിനെ വേണമെങ്കിൽ സിഗ്മ എൻ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇൻറ്റു എ റേസ് ടു മൈനസ് 1 ഇസഡ് റേസ് ടു മൈനസ് എൻ എന്ന് എഴുതണം. കാര്യം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇത് കോമൺ എടുത്തത് കറക്റ്റാണ്. പക്ഷെ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇവിടെ ഇസഡ് റൈസ് ടു ടൈം മൈനസ് എൻ ആണ്, പക്ഷെ ഇവിടെ റൈസ് ടു ടൈം എൻ ആണ്. പക്ഷെ മൈനസ് എൻ എഴുതണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതിയേ പറ്റത്തുള്ളൂ. കാര്യം ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് എന്ത് എഴുതുന്നത്? ഇവിടുത്തെ എക്സ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞ് എഴുതുന്നത്. അപ്പോൾ ഈ കേസിനകത്ത് ഇനിയിപ്പോൾ എന്ത് എഴുതാം? എക്സ് ഓഫ് എന്തെഴുതാം? ഇവിടെ ഇതുമായിട്ട് ഇവിടെ ഇസഡ് വന്നതുകൊണ്ട് ഇവിടെ എക്സ് ഓഫ് ഇസഡ് എന്ന് എഴുതി. പക്ഷേ റൈസ് ടു ടൈം മൈനസ് വരണം. പക്ഷെ ഇവിടെ റൈസ് ടു ടൈം പ്ലസ് ആയിരുന്നു. പക്ഷെ ഇവിടെ മൈനസ് എൻ എന്ന് പറയുന്ന ടൈം വരണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കോമൺ എടുത്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്താ എഴുതാം? എക്സ് ഓഫ് എ റേസ് ടു മൈനസ് 1 ഇസഡ് എന്ന് എഴുതാം. അടുത്ത വേറൊരു പ്രോപ്പർട്ടി, ടൈം റിവേഴ്സൽ പ്രോപ്പർട്ടി. ഇഫ് എക്സ് ഓഫ് എന്നിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം എക്സ് ഓഫ് ഇസഡ്, ദെൻ എക്സ് ഓഫ് മൈനസ് എന്നിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എക്സ് ഓഫ് ഇസഡ് ഇൻവേഴ്സ് ഓർ എക്സ് ഓഫ് 1/z. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് പ്രൂവ് ചെയ്യാം. ഇസഡ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് മൈനസ് എൻ എന്ന് പറയുന്നത് എക്സ് ഓഫ് മൈനസ് എന്നിനെ ഇസഡ് റൈസ് മൈനസ് എൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ സം ചെയ്യുക. ഓക്കെ, ഇവിടെ മൈനസ് എന്നിനെ മാറ്റണം, ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. പുട്ട് മൈനസ് എൻ ഇസ് ഈക്വൽ ടു പി എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇപ്പോൾ സമ്മേഷന് എന്തിലോട്ട് മാറ്റണം? പിയിലോട്ട് മാറ്റണം. അപ്പം വെൻ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി, പി എന്ത് വരും? പ്ലസ് ഇൻഫിനിറ്റി എന്ന് വരും. വെൻ എൻ ഇസ് ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ പി ഇസ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് ഇൻഫിനിറ്റി എന്ന് വരും. സോ സമ്മേഷൻ ചേഞ്ചിങ് ഫ്രം എൻ ടു പി പ്ലസ് ഇൻഫിനിറ്റി ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് വരും. എക്സ് ഓഫ് മൈനസ് എന്നിന് പകരം പി എന്ന് എഴുതണം. ഇസഡ് റൈസ് ടു ഇവിടുത്തെ എന്നിന് പകരം മൈനസ് പി എന്ന് എഴുതാം. ഈ സമ്മേഷൻ ഇൻഫിനിറ്റി ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എങ്ങനെ എഴുതാം? പിയുടെ വാല്യൂ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എന്ന് എഴുതാം. അപ്പോൾ എക്സ് ഓഫ് പി ഇൻറ്റു ഇസഡ് റൈസ് മൈനസ് 1 റൈസ് ടു മൈനസ് പി എന്ന് ഈ ടൈമിനെ വേണമെങ്കിൽ എഴുതാം. അപ്പോൾ ഇവിടെ പി സമ്മേഷൻ പിയിൽ ഇസഡിന് പകരം വന്നേക്കുന്നത് എന്താണ്? ഇവിടെ ഇസഡ് മാത്രമാണെങ്കിൽ എക്സ് ഓഫ് ഇസഡ് എന്ന് എഴുതും. അപ്പോൾ ഇവിടെ ഇസഡിന് പകരം എന്താ വന്നേക്കുന്നത്? ഇസഡ് ഇൻവേഴ്സ് ആണ്. അപ്പോൾ ഈ സീകളുടെ എങ്ങനെ എഴുതാം? എക്സ് ഓഫ് ഇസഡ് ഇൻവേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഇനി വേറൊരു പ്രോപ്പർട്ടി പറയാം. മൾട്ടിപ്ലിക്കേഷൻ ബൈ എൻ ഓർ ഡിഫറൻസിയേഷൻ ഇൻ ഇസഡ് ഡൊമെയിൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഇഫ് എക്സ് ഓഫ് എന്നിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം എക്സ് ഓഫ് ഇസഡ്, ദെൻ എൻ എക്സ് ഓഫ് എന്നിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് മൈനസ് ഇസഡ് ഇൻറ്റു ഡി ബൈ ഡി ഇസഡ് ഓഫ് എക്സ് ഓഫ് ഇസഡ്. ഓക്കെ, ഇനി നമുക്കിത് പ്രൂവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് RHS പ്രൂവ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ എളുപ്പം. ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ ബേസിക് ഇക്വേഷൻ എന്താണ്? സിഗ്മ എൻ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇൻറ്റു ഇസഡ് റൈസ് ടു മൈനസ് എൻ. അപ്പോൾ എന്താണ്? ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ഓൺ ബോത്ത് സൈഡ്. ഇവിടെ എന്താണ്? ഡി ബൈ ഡി ഇസഡ് ഓഫ് എക്സ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു സിഗ്മ എൻ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇൻറ്റു ഡി ബൈ ഡി ഇസഡ് ഓഫ് ഇസഡ് റൈസ് ടു മൈനസ് എൻ ഇസ് ഈക്വൽ ടു സിഗ്മ എൻ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇൻറ്റു ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊരു മൈനസ് എൻ ഇൻറ്റു ഇസഡ് റൈസ് ടു മൈനസ് എൻ മൈനസ് 1. അപ്പോൾ ഇസ് ഈക്വൽ ടു എന്താ പറയുക? സിഗ്മ എൻ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇൻറ്റു മൈനസ് എൻ ഇൻറ്റു ഇസഡ് റൈസ് മൈനസ് എൻ ഇൻറ്റു ഇസഡ് റൈസ് മൈനസ് 1. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇസഡ് റൈസ് ടു മൈനസ് 1 കോൺസ്റ്റൻറ്റ് ടൈമാണ്. കാര്യം സമ്മേഷൻ കിടക്കുന്നത് എന്നിലാണ്. ഈ മൈനസും കൂടെ ചേർത്ത് ഇതിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്താ പറയുക? മൈനസ് ഇസഡ് ഇൻവേഴ്സ് ഇൻറ്റു സിഗ്മ എൻ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എൻ എക്സ് ഓഫ് എൻ കൂടെ ചേർത്ത് എഴുതാം. എൻ എക്സ് ഓഫ് എൻ ഇൻറ്റു ഇസഡ് റൈസ് മൈനസ് എൻ.
ഇസ് ഈക്വൽ ടു മൈനസ് ഇസഡ് ഇൻവേഴ്സ് ഓഫ്. ഇപ്പോൾ ഇവിടെ നമുക്ക് എൻ എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന ഫംഗ്ഷനെ ഇസഡ് റേസ് മൈനസ് എൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്, സം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം, ഇതിനെ എന്താണ് ഇസഡ് ട്രാൻസ്ഫോം ഓഫ് എൻ എക്സ് ഓഫ് എൻ എന്ന് പറയാം. ഓക്കെ, ഈ മൈനസ് ഇസഡ് ഇൻവേഴ്സ് എന്ന റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ പോയാൽ എന്ത് വരും മൈനസ് ഇസഡ് ഇൻറ്റു ഡി ബൈ ഡി ഇസഡ് ഓഫ് എക്സ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇസഡ് ട്രാൻസ്ഫോം ഓഫ് എൻ എക്സ് ഓഫ് എൻ എന്ന് പറയാം. ഓക്കെ, അതായത് എൻ എക്സ് ഓഫ് എൻ്റെ ഇസഡ് ട്രാൻസ്ഫോം മൈനസ് ഇസഡ് ഇൻറ്റു ഡി ബൈ ഡി ഇസഡ് എക്സ് ഓഫ് ഇസഡ് ആണ്. അപ്പോൾ ഇത് ഇസഡ് ട്രാൻസ്ഫോം എൻ എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എന്താണോ എന്നത് മൈനസ് ഇസഡ് ഇൻറ്റു ഡി ബൈ ഡി ഇസഡ് എക്സ് ഓഫ് ഇസഡ് ആണ്. അടുത്ത ആറാമത്തെ കോൺജുഗേഷൻ പ്രോപ്പർട്ടി. ഇഫ് എക്സ് ഓഫ് എന്നിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം എക്സ് ഓഫ് ഇസഡ് ദെൻ എക്സ് കോൺജുഗേറ്റ് ഓഫ് എൻ, അതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എക്സ് കോൺജുഗേറ്റ് ഓഫ് ഇസഡ് കോൺജുഗേറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് നമുക്ക് നോക്കാം. ഇസഡ് ട്രാൻസ്ഫോം ഓഫ് എക്സ് കോൺജുഗേറ്റ് ഓഫ് എൻ എന്ന് പറയുന്നത് എന്താണ്, എക്സ് കോൺജുഗേറ്റ് ഓഫ് എന്നിനെ ഇസഡ് റേസ് മൈനസ് എൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ സം ചെയ്യുക. ഓക്കെ, ഒരു ചെറിയൊരു റീ അറേഞ്ച്മെൻറ്റ് നടത്താം. സിഗ്മ എൻ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇൻറ്റു ഇസഡ് കോൺജുഗേറ്റ് റേസ് ടു മൈനസ് എൻ പുറത്ത് ഒരു ഹോൾ കോൺജുഗേറ്റ്. ഓക്കെ, അതായത് എക്സ് ഓഫ് എന്നിന് കോൺജുഗേറ്റ് എടുക്കുമ്പോൾ ഇത് തന്നെ വരും. ഇസഡ് കോൺജുഗേറ്റിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് ഇസഡ് തന്നെ വരും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം ഇത് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നത് ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷനാണ്. അപ്പം അത് ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ പോലെയാണ്. അപ്പോൾ ഇവിടുത്തെ ഇസഡ് വന്നാൽ എക്സ് ഓഫ് ഇസഡ്, ഇവിടെ ഇസഡിന് കോൺജുഗേറ്റ് വന്നപ്പോൾ എന്തായിരിക്കും എക്സ് ഓഫ് ഇസഡ് കോൺജുഗേറ്റ്, പുറത്ത് എന്ത് വരും ഒരു ഹോൾ കോൺജുഗേറ്റ് വരും. അപ്പോൾ സീക്വൽറ്റ് എങ്ങനെ എഴുതാം, എക്സ് കോൺജുഗേറ്റ് ഓഫ് ഇസഡ് കോൺജുഗേറ്റ് എന്ന് എഴുതാം. ഓക്കെ, അടുത്ത് നമുക്ക് കൺവല്യൂഷൻ പ്രോപ്പർട്ടിയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഇഫ് എക്സ് ഓഫ് എന്നിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എക്സ് ഓഫ് ഇസഡ്, അതുപോലെ എച്ച് എഫ് എൻ എന്ന് പറയുന്ന വേറൊരു ഫംഗ്ഷൻ്റെ ഇസഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എച്ച് ഓഫ് ഇസഡ്, ദെൻ എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ എച്ച് എഫ് എൻ, അതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എക്സ് ഓഫ് ഇസഡ് ഇൻറ്റു എച്ച് ഓഫ് ഇസഡ്. അപ്പോൾ അതിൻ്റെ നമുക്ക് പ്രൂഫ് നോക്കാം. ഇസഡ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ എച്ച് എഫ് എൻ എന്ന് പറയുന്നത് എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ എച്ച് എഫ് എന്നിനെ എന്ത് ചെയ്യണം, ഇസഡ് റേസ് ടു മൈനസ് എൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ സം ചെയ്യുക. ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് നമുക്ക് കൊടുക്കുക. പക്ഷേ ഡിസ്ക്രീറ്റ് കൺവല്യൂഷൻ്റെ ഒരു ബേസിക് ഫോം ഉണ്ട്. എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ എച്ച് എഫ് എൻ ഇസ് ഈക്വൽക്ക് എന്തെന്ന് എഴുതാം, സിഗ്മ കെ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ ഇൻറ്റു എച്ച് എഫ് എൻ മൈനസ് കെ. ഇത് കൺവല്യൂഷൻ്റെ ബേസിക് ഫോർമുലയാണ്. ഓക്കെ, അപ്പോൾ ഈ ബേസിക് ഫോർമുല എടുത്ത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 2 ഇൻ ഇക്വേഷൻ 1. സോ എങ്ങനെ വരും, സിഗ്മ എൻ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, ഇതിന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, സിഗ്മ കെ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ ഇൻറ്റു എച്ച് എഫ് എൻ മൈനസ് കെ. അപ്പോൾ ഇതിന് പകരമായി ഇനി ഇൻറ്റു ഇസഡ് റേസ് ടു മൈനസ് എൻ. ഓക്കെ, ഇവിടെ 2 സമ്മേഷനാണ് വന്നിരിക്കുന്നത്. അതെന്താണ്, ഇൻ്റർചേഞ്ച് ദി ഓർഡർ ഓഫ് സമ്മേഷൻ. അതായത് ഈ ടേമിനെ നമുക്ക് പുറത്തോട്ട് എഴുതാം. അതായത് ആദ്യം എന്നെ പിന്നെ കെയിലാണ് കിടക്കുന്നത്, ഈ കെയെ പുറത്തോട്ട് എഴുതാം. സിഗ്മ കെ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ. ഈ സമ്മേഷനെ അകത്തോട്ട് കൊണ്ടുപോകാം, സിഗ്മ എൻ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എച്ച് എഫ് എൻ മൈനസ് കെ ഇൻറ്റു റേസ് മൈനസ് എൻ. അപ്പോൾ നമുക്കറിയാം ഇവിടെ എച്ച് എഫ് എൻ മൈനസ് കെ എന്ന് പറയുന്ന ഫംഗ്ഷനെ ഇസഡ് റേസ് മൈനസ് എൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്, സം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എച്ച് എഫ് എൻ മൈനസ് കെയുടെ ഇസഡ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞുകൂടെ. അപ്പോൾ ഈ സീക്വൽറ്റ് എങ്ങനെ എഴുതാം, സിഗ്മ കെ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ ഇൻറ്റു ഇസഡ് ട്രാൻസ്ഫോം ഓഫ് എച്ച് എഫ് എൻ മൈനസ് കെ എന്ന് എഴുതാം. അപ്പോൾ ഇത്
നമുക്കറിയാം ഇത് ഷിഫ്റ്റിങ്ങിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം അല്ലേ. അതായത് നമുക്കറിയാം ഇപ്പം ഇസഡ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എൻ മൈനസ് എം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇസഡ് റേസ് ടു മൈനസ് എം ഇൻറ്റു എക്സ് ഓഫ് ഇസഡ്. ഇത് ഷിഫ്റ്റ് ചെയ്ത ഈ പാരാമീറ്റർ ഇതിൻ്റെ മുകളിൽ വന്നേക്കുന്നു അല്ലേ. അപ്പോൾ ഇവിടെ എച്ച് ഓഫ് എൻ മൈനസ് കെയുടെ ഇസഡ് ട്രാൻസ്ഫോം ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നത്, ഇസഡ് റേസ് ടു എന്ത് വരും, മൈനസ് കെ ഇൻറ്റു എച്ച് ഓഫ് എന്നിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം എച്ച് ഓഫ് ഇസഡ്. ഇവിടെ എക്സ് ഓഫ് എന്നിൻ്റെത് എക്സ് ഓഫ് ഇസഡ് എന്ന് വരും. ഫിസിക്കലിറ്റി തന്നെ എങ്ങനെ എഴുതാം, സിഗ്മ കെ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ ഇൻറ്റു ഇസഡ് റേസ് ടു മൈനസ് കെ ഇൻറ്റു എച്ച് എഫ് ഇസഡ് എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്കറിയാം ഈ എച്ച് എഫ് ഇസഡ് സമ്മേഷൻ കെയിലാണ് കിടക്കുന്നത്. അപ്പോൾ എച്ച് എഫ് ഇസഡ് കോൺസ്റ്റൻറ്റ് പോലെയാണ്. അപ്പോൾ ഇവിടെ കെ ഇസഡ് റേസ് ടു മൈനസ് കെ സമ്മേഷൻ കെയിൽ ഫിസിക്കലിറ്റി ഇത് ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ ആണല്ലോ. അപ്പോൾ എന്താണ് എക്സ് ഓഫ് ഇസഡ് ഇൻറ്റു എച്ച് എഫ് ഇസഡ് എന്ന് എഴുതാം. ഓക്കെ, അപ്പം നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ഇസഡ് ട്രാൻസ്ഫോം ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് അടുത്ത ക്ലാസ്സിൽ പ്രോപ്പർട്ടി വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, പിന്നെ അതിന് ഇൻവേഴ്സർ ട്രാൻസ്ഫോം, ദെൻ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നമുക്ക് നിർത്താം.